വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം
18 അധ്യായത്തിൻ്റെ 3 വാക്യം. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. മോശയ്ക്ക് ശേഷം വന്നതായ യോശുവ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുമ്പോൾ യോശുവ എന്നും ഭയത്തോടെയാണ് ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നത്. കാരണം നൂൻ്റെ മകനായ യോശുവയും കാലേബും തീരെ ബാല്യക്കാരായിരിക്കുമ്പോൾ മോശയുടെ കൂടാരത്തിൻ്റെ ഉള്ളിൽ സ്വർഗം മോശയോട് സംസാരിക്കുന്നതും ദൈവ തേജസ് ഇറങ്ങുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു പോകുന്നതായ ആ കൗമാരക്കാർ. എന്നാൽ ഇന്ന് യോശുവ ഏതാണ്ട് 110 വയസ്സിലേക്ക് അടുക്കുകയാണ്. യോശുവ തിരിഞ്ഞു നോക്കുമ്പോൾ 24 ലക്ഷത്തിൽ ചെല്ലുവാനും ജനം അന്ന് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ കനാൻ ദേശത്തെത്തിയത് വെറും 2 പേർ മാത്രമാണ്. ഞാനും പ്രിയപ്പെട്ട കാലേവും മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. കർത്താവേ, ഇതെല്ലാം കണ്ടും വളർന്നതുമായ എൻ്റെ കൂടെ നിൽക്കുന്നതായ ഈ വലിയൊരു കൂട്ടം ജനം, അങ്ങ് മണൽത്തരി പോലെ പരന്നു കിടക്കുന്നതായ ഇസ്രായേൽ ജനം, അവർക്കും ഒരു ഉത്സാഹം കാണുന്നില്ല. അവർക്ക് ദൈവത്തെ സേവിക്കണമെന്ന് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ യോശുവ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാം വീടുകളിൽ അല്ലെങ്കിൽ നാം സാക്ഷ്യം പറയുമ്പോൾ പറയുന്നൊരു വാക്യമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് യോശുവ പറഞ്ഞ വാക്കാണ്. അത്ര മനോഹരമായൊരു സാക്ഷ്യമാണത്. അത് കേട്ട ജനം ആർത്തു പറഞ്ഞു, ഞങ്ങളും യഹോവയെ സേവിക്കും. എല്ലാ കൂട്ടായ്മകളിലും ഒരു ആഹ്വാനം വരുമ്പോൾ ഞങ്ങളുമുണ്ട് ദൈവവേലയ്ക്ക്, ഞങ്ങളുമുണ്ട് കർത്താവിൻ്റെ കൂടെ പോകാൻ എന്ന് ആവേശത്തോടെ പറയും. പക്ഷേ അന്ന് യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ളതായ സമർപ്പണമില്ല. നിങ്ങൾ ഇന്നും പാപത്തിൽ ജീവിക്കുകയാണ്. ഇവിടെ യോശുവ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്നതായ വാഗ്ദത്തങ്ങളുണ്ട്, അവകാശ ദേശങ്ങളുണ്ട്. ഇത് കൈവശമാക്കുവാൻ നിങ്ങൾ എത്രത്തോളം മടി പിടിച്ചിരിക്കും? മടി, ലേസിനെസ്. പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ദുഷ്ടപ്പിശാച് കൊണ്ടുവരുന്ന ഒരു വീഴ്ചയുടെ വഴിയാണ് മടി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ഇരുന്നാലോ? വേണ്ട, അല്പം കൂടി കഴിയട്ടെ. വേദോസം വായിക്കാതിരുന്നാലോ? അല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേദോസം വായിക്കാം. ഇപ്പോൾ അത്രയും സമയം ഇപ്പോൾ എന്താ പുതിയ വാർത്ത വല്ലതും ഉണ്ടോ? യൂട്യൂബ് എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ അങ്ങ് തിരിഞ്ഞു, സമയം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നാം ഭക്ഷണം കഴിക്കുന്ന സമയത്തിനോ ഉറങ്ങുന്ന സമയത്തിനോ ജോലി ചെയ്യുന്ന സമയത്തിനോ കുറവ് വരുന്നില്ല. അപ്പം നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, ടൈം പഞ്ച് ചെയ്തണ കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും. അപ്പോൾ അവിടെ സമയം ക്ലിപ്തത പാലിച്ചേ പറ്റൂ. പിന്നെ ആകെ കുറയ്ക്കാൻ പറ്റുന്നത് എന്താണ്? പ്രാർത്ഥന കുറയ്ക്കാം, ദൈവവേല കുറയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായ യോശുവ നോക്കുമ്പോൾ മടി പിടിച്ചിരിക്കുന്നതായ ജനം പറയുക, നിങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യുക, എല്ലാം എടുത്ത് എറിഞ്ഞുകള. നിങ്ങൾ പാപം ഉപേക്ഷിക്കാൻ എന്തിനിങ്ങനെ മടി കാണിക്കണം? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു വിചാരിക്കുക, ഒരു ഭാവനയാണ്. അപ്പോഴുണ്ട് തെരുവ് നായ്ക്കളിങ്ങനെ ഒരു 7 ഇങ്ങനെ കൂട്ടം കൂടി ഓടിപ്പോവുകയാണ്. നിങ്ങൾ കണ്ടു, ഒരു തെരുവ് നായി നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്നതിൻ്റെ ഒരു വശത്തായിട്ട് അങ്ങ് ഛർദ്ദിച്ചിട്ടു. എന്നിട്ട് ആ നായ മുന്നോട്ടങ്ങ് ഓടിപ്പോയി. ആ ഛർദ്ദി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രയാസം. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് അതേ നായ തിരിഞ്ഞു വരുന്നു. എന്നിട്ട് ഈ ഛർദ്ദി പയ്യെ പയ്യെ മണത്തു. എനിക്കും പറയുമ്പോൾ ഓക്കാനം വരുന്നു. പയ്യെ അത് തിന്നാൻ തുടങ്ങുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ എന്തൊരു പ്രയാസം, പറയുമ്പോൾ തന്നെ എന്തൊരു പ്രയാസം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഭാവന വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിന്ന് ചിന്തിക്കൂ, ഈ നായയ്ക്ക് തുല്യനാണോ ഞാൻ? വ്യക്തമായി ദൈവത്തിന് വചനം പറയുന്നു. പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം മുതൽ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ
ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ. ഒരിക്കൽ ദൈവത്തിന്റെ വചനം കേട്ട് ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടി. ഈ മാലിന്യം എന്ന വാക്ക് ഞാൻ ഇന്ന് വേറൊരു ബൈബിളിൽ വായിച്ചെന്താണെന്ന് വെച്ചാൽ, മാലിന്യം പെട്ടെന്ന് നാം അത് കേട്ട് കടന്നു പോവുകയില്ല. പെട്ടെന്ന് ഓർക്കണം, ഞാൻ ജോലി ചെയ്യുന്ന അമ്പലമുകളിലാണ്. അവിടെ കാക്കനാട് റോഡിൽ എപ്പോഴും കാണും കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ ലോറികൾ വരുന്നത്. ഒന്ന് നോക്കിയാൽ രണ്ടാമത് നോക്കാൻ തോന്നില്ല. എന്ത് രസം! ഇങ്ങനെ ആ കൂമ്പാരത്തിലൂടെ ഈ ചീഞ്ഞ വെള്ളം, ഈ പുഴു ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്ത് രസം എന്ന് ഞാൻ പറയുമോ? പറയില്ലല്ലോ. അതിലെ വെള്ളം നമ്മുടെ വണ്ടിയിൽ പോലും തെറിക്കാതെ നാം സൂക്ഷിക്കുന്നു. അങ്ങനത്തെ മാലിന്യ കൂമ്പാരം മാത്രമല്ല, അഴുക്ക് ചാലുകൾ, ഓടകൾ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നവരായിരുന്നു അനേകർ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അത് വിട്ട് ഓടി, എനിക്ക് വേണ്ട എന്ന് വെച്ചു. പക്ഷേ ദൈവസ്നേഹം മാറി മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ആരാധന കുറഞ്ഞു. അനേകർ പറയുന്നത് പോലെ, ഞാൻ പണ്ട് കേട്ട വചനം ഇഷ്ടം പോലെയുണ്ട്, എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിത്യനൂതനമായ നവ്യമായ ദൈവത്തിൻ്റെ വചനം, സഭായോഗങ്ങൾ, ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ, നാം കരിക്കട്ടിയായി വരുമ്പോൾ തീ പിടിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആരാധന, കൂട്ടായ്മയായി ആരാധിക്കുക, എങ്കിൽ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ വിട്ടതിലേക്ക് പിന്നെയും മനസ്സ് ചെല്ലുകയാണ്. അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. 22-ാം വാക്യം, സ്വന്ത ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞതായ നായ, കുളിപ്പിച്ചു വിട്ട പന്നി വീണ്ടും ഓടിപ്പോയി ചെളിയിൽ കിടന്ന് ഉരുണ്ടെടുത്ത് തിരിച്ചു വരുന്നത് പോലെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഊറിയ ചിരിയോ ഒരു രസമോ അല്ല വരേണ്ടത്. നിങ്ങളുടെ പേര് ചേർത്ത് ചിന്തിക്കണം. കർത്താവേ, ഞാനെന്ന് പറയുന്ന മനുഷ്യനാണത്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് യേശുക്രിസ്തു കാണുക നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ, ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ യാത്ര പറഞ്ഞു. പുകവലിയോട്, സിനിമയോട്, ചീട്ടുകളിയോട്, പേക്കുത്തുകളോട്, കൂട്ടുകെട്ടുകളോട്, നിങ്ങളനേകരും മദ്യത്തോട്, കാമവേഴ്ചകളോട്, മയക്കുമരുന്നുകളോട്, അന്യജട മോഹങ്ങളോട് എല്ലാം യാത്ര പറഞ്ഞു. എന്നാൽ അന്ന് വിട്ടതൊന്നും ഇന്ന് വരെ ഞാൻ തിരിച്ചെടുത്തിട്ടില്ല എന്ന് നിങ്ങൾ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ ഇരുന്നുകൊണ്ട് പറയാൻ സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഓരോരുത്തരുടെയും പേര് ചേർത്ത് വചനം വിളിക്കുന്നതാണ് ഒരു നായ എന്ന്, ഒരു പന്നി എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെളിയിൽ കിടന്ന് ഉരുണ്ട് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാമെന്നാണ് പ്രിയപ്പെട്ട സഹോദര നീ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി, നീ എത്ര കാലം മുന്നോട്ട് പോകാമെന്നാണ് ചിന്തിക്കുന്നത്? ഞങ്ങൾക്കറിയാം, അനേകർ പ്രാർത്ഥനാ വിഷയങ്ങളും ആവശ്യങ്ങളുമായി വരുന്നവരാണ്. എന്നാൽ അവർ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ, യേശുക്രിസ്തു എന്നെ നോക്കി വേദനിക്കുന്നത് എന്തെല്ലാമാണെന്ന് കണ്ടെത്തി ദൈവസന്നിധിയിൽ ഒരിക്കലായിട്ട് എന്നേക്കുമായി ഉപേക്ഷിക്കണം. അതിനാണ് പിശാചിനോട് യാത്ര പറയുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഇപ്പോൾ ഈ ശുശ്രൂഷയെ തീരുമാനമെടുത്തിട്ട് വീണ്ടും വീട്ടിൽ പോയിട്ട് സിനിമ കാണുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളിൽ രസിക്കുകയോ ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് യേശുവിനെ വിളിക്കണം, കർത്താവേ, എൻ്റെ ദൈവമേ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അവർ വീണ്ടും പുറകോട്ട് പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് എബ്രായർ 6:4 മുതൽ വായിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല, സത്യയോടെ പോയി വായിച്ചാൽ മതി. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ആസ്വദിച്ചു. പക്ഷെ അവർ വീണ്ടും പാവത്തിൽ കുടുങ്ങിപ്പോയാൽ
ഇനി അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയത് ചിന്തിക്കുന്നു. ഇത് കൃപയുടെ കാലമാണ്. ഇന്ന് നിങ്ങൾക്ക് വീണ്ടും രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. പാപത്തെ ഉപേക്ഷിക്കാൻ മടിയുള്ള മനുഷ്യൻ. അത് വേദപുസ്തകത്തിൽ ഒരു സംഭവം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പണ്ട് ഫറോ രാജാവിൻ്റെ കാലത്ത് മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ പുറപ്പെടുവിക്കുമ്പോൾ 10 അത്ഭുതങ്ങൾ കാണിച്ചു. അതിൽ ഒരത്ഭുതമായിരുന്നു തവള എന്നുള്ളത്. ദേശം മുഴുവൻ തവളയെ കൊണ്ട് നിറഞ്ഞു. ഫറോ രാജാവ് ഇരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും നടക്കുന്ന പരവതാനിയിലെല്ലാം തവളകൾ ചാടി നടക്കുന്നു. വലിയ ശല്യമായി. ഫറവോ മോശയെ വിളിപ്പിച്ചു. ഇതിനു മുമ്പ് വിളിച്ചു. മോശ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. മോശയോട് പറഞ്ഞു, ഈ തവള നീങ്ങിപ്പോകാൻ നീ പ്രാർത്ഥിക്കണം. രാജാവ് പറ, ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കണം? അപ്പോൾ രാജാവ് പറഞ്ഞ മറുപടി ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാളെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെന്തൊരു മറുപടിയാണ്. അപ്പോൾ രാജാവേ, ഇന്ന് നീ എവിടെ ഇരിക്കും? ഇന്ന് നീ എവിടെ കിടക്കും? എവിടെ ഇരുന്ന് ആഹാരം കഴിക്കും? മനുഷ്യ മനസ്സതാണ്. പണ്ട് മെർലിൻ മൺറോ എന്ന വിശ്വസുന്ദരി മിസ് വേൾഡ് ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവൾ ഡയറിയിൽ എഴുതി വെച്ചു, നോട്ട് ടുഡേ ബട്ട് ടുമോറോ. ഇന്നല്ല, നാളെ ഒരു ദിവസം ഞാൻ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കും. ഞാൻ മാനസാന്തരപ്പെടും. ഈ ലോകത്തിന്റെ ആദരവും പ്രശംസയും കോടികൾ ഒഴുകുന്നതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈ വചനം ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നവൾ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് ഹൃദയം നിരാശയിലേക്ക് പോയി. വിശ്വസുന്ദരി ആത്മഹത്യ ചെയ്തു. നോട്ട് ടുഡേ ബട്ട് ടുമോറോ. ഇന്ന് വേണ്ട, നാളെ ആകട്ടെ. പൈശാചിക ലോകം ജയിക്കുന്നത് അവിടെ വെച്ചാണ്. ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാപത്തെ ഉപേക്ഷിക്കാൻ മടിയാണോ? നമുക്കറിയാം, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാൻ അമേരിക്കൻ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ആണവായുധങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട, ഞാനൊരു അപ്പനാണ്, ഞാൻ പറയട്ടെ, അമ്മയോട് ഞാൻ പറയട്ടെ, ഒരു യുവാവിനോട് ഞാൻ പറയട്ടെ, മകനെ, പ്രിയ സഹോദര, നിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായൊരു പാപം ആറ്റം ബോംബിനേക്കാൾ ഭയാനകമാണ്. നിന്റെ കുടുംബത്തെ അത് ചിതറിച്ച് നശിപ്പിച്ചു കളയും. നിങ്ങളുടെ മക്കൾ വലിയ ദുരന്തങ്ങളിലേക്കും പാപങ്ങളിലേക്കും ഇറങ്ങിപ്പോകുമ്പോൾ അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളോട് എളിമയോടെ ഞാനും ചേർന്നെന്ന് പറയട്ടെ. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് കുടുംബത്തിന് ചുറ്റും വേലി തീർത്തുകൊള്ളുക. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും വേലികൾ തീർത്തുകൊള്ളുക. വീട്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പാവങ്ങൾ എറിഞ്ഞു കളഞ്ഞുകൊള്ളുക. പിശാച് വീട് ചുറ്റും നടന്നു നോക്കിയാൽ ഒരു പഴുതും കാണാത്ത രീതിയിൽ നിങ്ങൾ വേലി തീർത്തുകൊള്ളുക. എങ്കിൽ നിങ്ങൾ കുറയ്ക്കാം. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാപം ഉപേക്ഷിക്കാനുള്ള മടി നിങ്ങൾ വിട്ടുകളയുക. ദൈവത്തോട് പറയുക, കർത്താവേ, സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെപ്പോലെ, കുളിച്ചിട്ട് ചെളിയിലേക്ക് തിരിഞ്ഞ പന്നിയെപ്പോലെ ഞാൻ നിന്റെ മുമ്പാകെ വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ കാണുകയാണ്. എൻ്റെ കർത്താവേ, ഓരോരുത്തർ തന്നെത്താൻ ചെയ്യുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്ന രഹസ്യങ്ങൾ കാണുന്ന ജീവനുള്ള ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ എന്താണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാര്യം, പണ്ട് എസ്തേർ രാജ്ഞിയുടെ കാലത്ത്, എസ്തേർ രാജ്ഞി രാജകൊട്ടാരത്തിൽ കഴിയുന്ന കാലം. അപ്പോൾ എസ്തേർ രാജ്ഞിയുടെ ചിറ്റപ്പനായ മൊർദെഖായി വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ വംശത്തെ മുഴുവൻ മുടിച്ചു കളയുവാൻ ഒരു വലിയ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. നീ ഇപ്പോൾ വേണ്ടത് ചെയ്യണം. അപ്പോൾ രാജ്ഞി പറയുകയാണ്, അത് രാജാവിനോട് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം രാജാവ് കൽപ്പിച്ചിട്ടല്ലാതെ, രാജാവ് പറഞ്ഞിട്ടല്ലാതെ, രാജാവ് പൊൻചെങ്കോൽ നീട്ടിയിട്ടല്ലാതെ ആർക്കും അടുത്തേക്ക് എല്ലാം പറ്റുകയില്ല. നമ്മൾ നോക്കിയാൽ ഒരു ഒഴികഴിവ് പറയുന്നത് പോലെ പെട്ടെന്ന് ഈ മൊർദെഖായി എസ്തേറിന് നേരെ
വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ രാജധാനിയിൽ ഇരിക്കൊണ്ട് നീ രക്ഷപ്പെട്ടുകൊള്ളുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നാഥാൻ പ്രവാചകൻ ദാവീദിന് നേരെ വിരൽ ചൂണ്ടിയതുപോലെ മൊർദെഖായി എസ്തേർ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ഒഴിവൊഴിവ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ വംശങ്ങളായ യഹൂദന്മാർക്ക് മറ്റെവിടെന്നെങ്കിലും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവവേലയ്ക്കുള്ളതായൊരു മടിയാണ് കാണുന്നത്. ഞാനിപ്പോൾ എങ്ങനെ രാജസന്നിധി ചെല്ലുന്നത്? രാജാവ് പറയാണ്ട് ചെല്ലാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അനേകം ഒഴി കഴിവ് പറയുന്ന അനേകം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് ഞാൻ എങ്ങനെ എത്തിക്കും? വേറെ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? എൻ്റെ കൃഷിപ്പാടത്ത് കൃഷി ഇറക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? പിന്നെ സുവിശേഷമോ? അതിവിടെ കേൾക്കാത്ത വീടുണ്ടോ? എത്രയോ കൂട്ടായ്മകൾ. പിന്നെ ഇപ്പോൾ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളോ സുവിശേഷം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെയായി എന്നെല്ലാം ഒഴി കഴിവ് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ഈ രക്ഷയുടെ മർമ്മം, അവിടെ രക്ഷിക്കപ്പെടാത്തവർ കത്തി എരിയുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ഗന്ധക തീ പൊയ്ക ഹൃദയത്തിൽ അറിയുന്ന ദൈവവൈതൽ, രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ദൈവവൈതൽ. ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇതാ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു രക്ഷയുടെ മാർഗമുണ്ട്. ഈ ജനമെല്ലാം നശിക്കും, ഈ കാലമെല്ലാം തീരും, ഇത് അഗ്നിക്ക് ഇരയായി തീരും, സർവഭൂമിയും കത്തിച്ചാമ്പലാകും. എന്നാൽ നമുക്ക് രക്ഷയ്ക്കൊരു വഴി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെത്തിരിക്കേണ്ട സമയമായി. നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണോ? നിങ്ങൾക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ന് ആ യജമാനൻ തൻ്റെ സമ്പത്ത് 3 പേരെയാണ് ഏൽപ്പിച്ചത്. ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ, 5ഉം 2ഉം ലഭിച്ചവർ വേഗം ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 നേടി, മറ്റവൻ 2 നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തു? തൻ്റെ താലന്ത് നിലത്ത് കുഴിച്ചു വെച്ചു. അവൻ പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റവൻ 5 കൊടുത്തു, എനിക്ക് 1 തന്നുള്ളൂ, ഇത്രയൊക്കെ മതി. എന്ത് കഠിനനായ മനുഷ്യൻ! ഒന്ന് മാനസാന്തരപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു. ഇനി ഞാൻ എന്താ ഇങ്ങനെ ഈ സുവിശേഷമായി നടക്കണമെന്നോ? എനിക്കില്ലേറെ നിലയും വിലയും. അവൻ ദൈവത്തെ സ്നേഹമായി കണ്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവനെ യജമാനം വരുമ്പോൾ തിരിച്ചു വിളിക്കുന്ന എന്താണ്? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന്. ദുഷ്ടനും മടിയനുമായ ദാസൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ നേരെ വില ചൂണ്ടുന്നില്ല. ഞാൻ ആ കുരിശിൻ്റെ മറവിലേക്ക് പയ്യെ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അന്ന് ഒരു നാൾ നിൻ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾക്കുവാൻ നീ എനിക്ക് ഭാഗ്യം നൽകണമേ. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 1, പാവം വിടാനുള്ള മടി. 2, ദൈവവേലയ്ക്ക് ഇറങ്ങാനുള്ള മടി. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടി പറയാമല്ലോ, നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? വേദോസ്തത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് അവകാശമാണ്. പക്ഷെ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം 1 യോഹന്നാൻ 2:25 ഒരു ചെറിയ വാക്യമാണ്. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. സ്തോത്രം. നിത്യജീവൻ എന്നതായ വാഗ്ദത്തം സ്വർഗത്തെ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. അത് നാം സ്വന്തമാക്കിയോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, അത് മഹാപുരോഹിത പ്രാർത്ഥനയാണ്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പറയുകയാണ്, ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പറയണം. ഈ വചനം അന്നത്തേക്ക് മാത്രമുള്ളതല്ല. ഏതോ ഒരു കാലത്തും ഏകസത്യതയുമായി നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. യേശുവിനെ അറിയുന്നതും അനുഭവിക്കുന്നതുമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ എന്നതായ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ കർത്താവ് വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാഗ്ദത്തം അവകാശമാക്കുവാൻ എന്തിനും മടിച്ചിരിക്കണം. ഒരു വശത്ത് നിത്യജീവൻ എന്ന വാഗ്ദത്തം, ഒരു വശത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ മടിയുള്ളതായ പാപങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വഴി വിശാലമാണ്, അതിൻ്റെ അവസാനം നാശകരമാണ്. എന്നാൽ ഇന്ന് ഈ കൃപയുടെ കാലത്ത് ഓരോ വാതിക്കൽ വന്ന് കർത്താവ് മുട്ടി വിളിക്കുകയാണ്, മകനെ, നീ നിത്യജീവൻ സ്വന്തമാക്കൂ. നിത്യജീവൻ ഞാൻ നിനക്ക് തരാമെന്ന് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ വടക്കാം. നമുക്ക് യേശുവിനോട് പറയാം, കർത്താവേ, അന്ന് യോശുവ ഇസ്രായേൽ ജനത്തോട് ചോദിച്ചു, നിങ്ങൾക്കുള്ളതായ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ മടിയോട് യാത്ര പറയുന്നു. മടിയുള്ള മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ പിശാച് പണിയുന്നുണ്ട്. അവൻ എന്നിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട്, എന്നിൽ അലസത കൊണ്ടുവരുന്നുണ്ട്, എന്നിൽ പാപം ഇരച്ചു വരുന്നുണ്ട്. എനിക്ക് ദൈവവേല ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് എത്രയോ കാലമായി, എൻ്റെ ഉള്ളിൽ തീ കെട്ടുപോയിട്ട് എത്രയോ കാലമായി. കർത്താവേ, നിത്യജീവൻ്റെ ഉറപ്പ് എനിക്കുണ്ടെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു അരികിൽ വരുന്നുണ്ട്. നിന്നയേറ്റവനും തുപ്പലേറ്റവനും ചാട്ടവാറടിയേറ്റവനും കുന്നത്താൽ തിരുവിലാ തുറക്കപ്പെട്ടവനുമായ യേശുവിത അരികിൽ വന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാണ് ഇപ്പോൾ പറയേണ്ടത്, യേശുവേ, എൻ്റെ മടിയോട് യാത്ര പറയുന്നു. മടി കൊണ്ടുവരുന്ന പിശാചിനോട് യാത്ര പറയുന്നു, ന്യായീകരണങ്ങളോട് യാത്ര പറയുന്നു. യേശുവേ, ഇപ്പോൾ നിന്നെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. നിത്യജീവന്റെ അവകാശം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിതാ നിത്യജീവൻ സ്വന്തമാക്കുകയാണ്. യേശു നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിൻ്റെ കരം നിങ്ങൾ തലമേൽ വയ്ക്കുകയാണ്. നിങ്ങൾ യേശുവിനെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ പാടുകയാണ്. യേശുവേ, ഇന്നു മുതൽ എൻ്റെ കാലുകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടും. യേശുവിന് വേണ്ടി ഞാൻ ഓടും. എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കാലം വെച്ച് നോക്കിയാൽ, ഞങ്ങളുടെ പ്രായം വെച്ച് നോക്കിയാൽ, ഞങ്ങളുടെ കേട്ട വചനം വെച്ച് നോക്കിയാൽ എത്രയോ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ അവകാശമാക്കേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾ അനേകം വർഷങ്ങൾ പാഴാക്കി കളഞ്ഞുവല്ലോ. എന്നാൽ ഇന്ന് ഈ ദിവസം ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നു. കർത്താവേ, ഈ സുവിശേഷവുമായി ഞങ്ങളുടെ ആയുസ്സിന് അന്ത്യം വരെ ഓടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ സമർപ്പണം എടുക്കുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾ മാറണമേ, ബന്ധനങ്ങൾ അഴിയണമേ, കെട്ടുകൾ പൊട്ടണമേ, ഗർഭപാത്രങ്ങൾ തുറക്കണമേ, അനേകം കുടുക്കുകളിൽ നിന്റെ മക്കൾ രക്ഷപ്പെട്ടു പോരണമേ. കർത്താവേ, നിന്റെ കരം നിന്റെ തലമേൽ ഇരിക്കണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ.